പെരുമ്പാവൂരിൽ യുവജന സംഘടനകളുടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധത്തിൽ എം സ്വരാജ് സംസാരിക്കുന്നു. തത്സമയം കേരളത്തിൽ UDF ഭരിക്കുന്ന ഈ കേരളത്തിൽ ജനിച്ചുപോയല്ലോ ജീവിക്കുന്നല്ലോ എന്നാലോചിക്കുമ്പോൾ അങ്ങേയറ്റത്തെ അപമാന ഭാരം കൊണ്ട് ശിരസ് കുനിക്കേണ്ടതായ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. വീണ്ടും പെരുമ്പാവൂരിൽ പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിന് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ആക്രമണമുണ്ടായി. പോലീസിന്റെ ലാത്തിചാർജ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ. എം സ്വരാജ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകോപനമൊന്നുമില്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്ന് ലാത്തിചാർജ് ഉണ്ടായിരിക്കുന്നത്. അല്പസമയം മുമ്പ് പോലീസ് നടത്തിയ ലാത്തിചാർജിന്റെ തുടർച്ചയായിട്ട് യുവജന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താം എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്നും പോലീസിന്റെ ലാത്തിചാർജ് പ്രവർത്തകർക്ക് നേരെ ഉണ്ടായത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് പെരുമ്പാവൂർ ഡിവൈഎസ്പി ഓഫീസിന്റെ മുൻവശത്തെ യുവജന സംഘടനകളുടെ പ്രതിഷേധം. നേതാക്കന്മാരടക്കം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രകോപനങ്ങൾ ഒന്നും കൂടാതെ പോലീസ് ലാത്തി വീശിയത്. വലിയ പ്രക്ഷോഭത്തിലേക്കും മുദ്രാവാക്യം വിളികളിലേക്കും ഒക്കെ നീളുന്ന കാഴ്ച. വലിയൊരു പോലീസ് സംഘം അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു പ്രവർത്തകരെ നേരിടാനായി. യാതൊരു പ്രകോപനവും ഉണ്ടാകാതെ എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായി കാണുന്ന സാഹചര്യത്തിലാണ് അവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള നടപടികൾ വരുന്നത്. നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ നിരവധി പ്രവർത്തകർക്ക്, പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. അതിന്റെ തുടർച്ചയെന്നാണ് ഇപ്പോൾ വീണ്ടും പോലീസ് ലാത്തി വീശാൻ ശ്രമിച്ചു. എം സ്വരാജ് അടക്കമുള്ള നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ പ്രവർത്തകരുമായി പോലീസ് ഉന്തും തള്ളും നടത്തുന്ന ഒരു ഉമേഷ് ചേരുന്നു അവിടെ നിന്നും, പെരുമ്പാവൂരിൽ നിന്നും. ഉമേഷ്, വീണ്ടും ഒരു സംഘർഷ സാധ്യതയിലേക്ക് ആ പ്രക്ഷോഭം നീങ്ങുകയാണോ? പോലീസ് വീണ്ടും പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന അടക്കമുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായും മനു, നേരത്തെ ലാത്തിവീശലുണ്ടായി. അതിനുശേഷം നിരവധി പ്രവർത്തകർ, നേതാക്കളെല്ലാം തന്നെ MLA സാജു പോൾ അടക്കമുള്ളവർ ഈ ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയുണ്ടായി. പിന്നീട് ഇപ്പോൾ എം സ്വരാജ് സംസാരിക്കാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ വീണ്ടും പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ ശക്തമായ മുദ്രാവാക്യം മുഴക്കി ഡിവൈഎസ്പി ഓഫീസിന്റെ മുമ്പിൽ പ്രതിഷേധം നടത്തുകയാണ്, മുദ്രാവാക്യം മുഴക്കുകയാണ്. പോലീസ് ഇവരെ തടയുകയാണ്. ഒരുപക്ഷെ വീണ്ടും സംഘർഷത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. ഇപ്പോൾ വീണ്ടും സ്വരാജ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് എത്തുന്നത്. നേരത്തെ ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ളവരെ ലാത്തി കൊണ്ട് അടിച്ച് പരിക്കേൽക്കുകയും അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്ന് വീണ്ടും പോലീസ് പ്രകോപനമില്ലാതെ തന്നെ ഇത്തരത്തിൽ സമരത്തെ അടിച്ചമർത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. നേരത്തെ സമരം നടക്കുമ്പോൾ തന്നെ നിരവധി പോലീസ് സേന ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിന് പുറമെ അധികം പോലീസിനെ ഇവിടെ വിന്യസിച്ചിരിക്കുകയാണ് ഈ പ്രവർത്തകരെ നേരിടാനായി. ഒരുപക്ഷെ വീണ്ടും ലാത്തി കൊണ്ട് അടിക്കുമെന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. പ്രതിഷേധം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ഈ കനത്ത വെയിലിലും അതിനെ വകവയ്ക്കാതെയും പ്രതിഷേധം ആഞ്ഞടിക്കുക തന്നെയാണ് മനു. ഉമേഷ്, അതായത് അവിടെ നേതാക്കന്മാരൊക്കെ ഉണ്ട്, സ്വരാജ് ഉണ്ട്, സാജു പോൾ MLA ഉണ്ട്, അടക്കമുള്ളവരുണ്ട്. അങ്ങനെ നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അവിടെ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ്, സമാധാനപരമായി പ്രക്ഷോഭം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടും കൽപ്പിച്ച് പോലീസ് മുന്നോട്ട് വരുന്നൊരു കാഴ്ച കണ്ടത്. നേതാക്കന്മാർ അടക്കമുള്ളവരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുമ്പോൾ പോലീസ് രണ്ടും കൽപ്പിച്ച് തന്നെ മുന്നോട്ട് നീങ്ങുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അത് തന്നെയാണ്. കാരണം നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ നിരവധി പേർ തടിച്ചുകൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമരത്തിന്റെ വ്യാപ്തി കൂടിയിരിക്കുന്നു. കൂടുതൽ പേർ ഈ സമരത്തോട് അണിചേർന്നിരിക്കുന്നു. AISF അടക്കം സംഘടനകൾ ഇപ്പോൾ ഈ സമരത്തോടൊപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നത് മുന്നിൽ കണ്ടാണ് വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് വന്നത്. ഇപ്പോൾ നേതാക്കളായ സാജു പോളും എം സ്വരാജും ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ സംഘർഷത്തിന് നേരിയ അയവ് വന്നിരിക്കുന്നു. സ്വരാജ് സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു ഇത്തരത്തിൽ വീണ്ടും ഒരു സംഘർഷം ഉണ്ടായത്. ഒരുപക്ഷെ ഇപ്പോൾ ഇവരെ ശാന്തരാക്കിയ സ്ഥിതിക്ക് വീണ്ടും സ്വരാജ് സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ പ്രവർത്തകർ ശാന്തരായിക്കൊണ്ടിരിക്കുന്നു. ഉമേഷ്, നേരത്തെ വന്ന പ്രവർത്തകരെക്കാൾ കൂടുതൽ വലിയൊരു ജനസഞ്ചയം അങ്ങോട്ടേക്ക്, ഈ പ്രതിഷേധ വേദിയിലേക്ക് പ്രതിഷേധ അഗ്നിയുമായി ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണോ ഇപ്പോൾ പെരുമ്പാവൂരിൽ നിന്നും കാണാൻ കഴിയുന്നത്? ഡിവൈഎഫ്ഐ മാത്രമല്ല, മറ്റു യുവജന സംഘടനകൾ കൂടി പ്രതിഷേധവുമായി എത്തുമ്പോൾ വലിയൊരു ജനസഞ്ചയമാണ് ഇപ്പോൾ അവിടെയുള്ളത്. അതെ, തീർച്ചയായും അത് തന്നെയാണ്. നിരവധി സംഘടനകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രാജ്യത്തെമ്പാടും മുന്നിൽ ഉമേഷ് തിരികെത്താം. ഇപ്പോൾ എം സ്വരാജ് സംസാരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെമ്പാടും സംസ്ഥാനത്തെ പുറത്തും ആളിപ്പടരുന്ന പ്രതിഷേധത്തിന്റെ പ്രതിഫലനമാണ് ഇവിടെയും ഇപ്പോൾ കണ്ടത്.
ഇത് ഈ നാടിന്റെ ആകെ പ്രതിഷേധമാണ്. ഈ കത്തുന്ന പ്രതിഷേധത്തിന്റെ നടുവിലും നേതൃത്വത്തിന്റെ നിർദ്ദേശങ്ങൾ കേരളത്തിലെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനാ നേതൃത്വത്തിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് നല്ല അന്തസ്സോടെ പ്രതിഷേധം പ്രകടിപ്പിക്കാനും പ്രതിഷേധം അതിരുവിട്ടു പോകാതെ ആത്മസംയമനം പാലിക്കാനും നിങ്ങൾ കാണിച്ച ധീരതയെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് ഈ നാടിന്റെ പ്രതിഷേധമാണ്. ഇത് കാണേണ്ടവർ കാണേണ്ടതാണ്. ഞാൻ നേരത്തെ പ്രസംഗം തുടങ്ങിയപ്പോൾ സൂചിപ്പിച്ചു, ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കേരളത്തിൽ ജീവിച്ചിരിക്കേണ്ടി വന്നുവല്ലോ എന്ന അപമാനഭാരവുമായാണ് ഇന്ന് മലയാളികൾ ഓരോ ദിവസവും മുന്നോട്ട് നീക്കുന്നത്. ാണ് നമ്മുടെ നാട്ടിലുണ്ടാവുന്നത്. 4 നാൾ മുൻപാണ് കണ്ണൂരിൽ കുഞ്ഞാമിന എന്ന ഒരു സഹോദരി കുത്തേറ്റ് വീണു മരിച്ചു. അക്രമികളുടെ കുത്തേറ്റ് വീണതാണ്. അതിലെ പ്രതികളെ പിടികൂടാൻ നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരാൻ നമ്മുടെ പോലീസിന് സാധിച്ചില്ല, ആഭ്യന്തര വകുപ്പിന് സാധിച്ചില്ല. ഈ കഴിഞ്ഞ ദിവസമാണ് എറണാകുളത്ത് ഒരു കൊച്ചുകുട്ടി, ഒരു സ്കൂൾ കുട്ടി കുത്തേറ്റ് വീണ് മരിച്ചു. ആ കൊലപാതകം നടത്തിയത് മയക്കുമരുന്നിന് അടിമയായ ഒരു ക്രിമിനലായിരുന്നുവെന്നാണ് കേൾക്കുന്നത്. നമ്മുടെ നാട്ടിൽ മയക്കുമരുന്ന് മാഫിയ സംഘം വിലസുന്നു, കൊലയാളികൾ വിലസുന്നു, നിരന്തരം കുറ്റകൃത്യങ്ങൾ ഉണ്ടാവുന്നു, സഹോദരിമാർ അപമാനിക്കപ്പെടുന്നു, ആക്രമിക്കപ്പെടുന്നു, കൊല്ലപ്പെടുന്നു. ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നിയമപരമായ നടപടി സ്വീകരിക്കേണ്ടവർ, കുറ്റവാളികളെ നിയമത്തിന്റെ വഴിയിൽ കൊണ്ടുവരേണ്ടവർ, ശരിയായ ദിശയിൽ അന്വേഷണം കൊണ്ടുപോകേണ്ടവർ, ഇവരൊക്കെ എന്തു ചെയ്യുകയാണ് എന്നറിയുന്നില്ല. ഇവിടെ മുഖ്യമന്ത്രിയുടെ കൺമുന്നിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ, അനുയായികൾ മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചത്. എന്തിനാണ് മാധ്യമപ്രവർത്തകരോട് ഈ രോഷം? ചിലപ്പോൾ ചില വാർത്തകളുടെ പേരിൽ, നിലപാടുകളുടെ പേരിൽ നമുക്ക് വിമർശിക്കേണ്ടി വരും. നമ്മളൊക്കെ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചിട്ടുണ്ട്, നമ്മളെയൊക്കെ മാധ്യമപ്രവർത്തകരും വിമർശിച്ചിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്, ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് സഹായകരമാണ്. പക്ഷേ ഇന്ന് വരെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ നമ്മൾ ആരെങ്കിലും ആക്രമിക്കാൻ പോയിട്ടുണ്ടോ? മാധ്യമപ്രവർത്തകരെ ആക്രമിച്ചാൽ അതിൻ്റെ അർത്ഥം ജനാധിപത്യം ദുർബലമാകുന്നു എന്നാണ്. അടിയേറ്റ് വാങ്ങുന്ന ഓരോ മാധ്യമപ്രവർത്തകനും ഈ നാടിനു വേണ്ടിയാണ് അത് വാങ്ങുന്നത്. നാട്ടിലെ ജനങ്ങളുടെ അറിയാനുള്ള അവകാശമാണ് അവിടെ ആക്രമിക്കപ്പെടുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചു മുഖ്യമന്ത്രിയിൽ നിന്ന് അരുതേ എന്നൊരു വാക്കുണ്ടാവുമെന്ന്. അതുണ്ടായില്ല. ഈ പോലീസ് സംവിധാനം, ഇപ്പോൾ ഇവിടെ വന്ന ASF പ്രവർത്തകരുടെ നേരെ വീരശൂര പരാക്രമം കാണിക്കാനായി ഇറങ്ങിപ്പുറപ്പെട്ട പോലീസ്, അതിനു മുൻപ് ഇവിടെ യുവജന പ്രവർത്തകരെ തല്ലിച്ചതച്ച പോലീസ്, എന്തേ മാധ്യമപ്രവർത്തകർ ഇവിടെ ആക്രമിക്കപ്പെട്ടപ്പോൾ തടയുന്ന നിലയിലേക്ക് വന്നില്ല? അങ്ങനെ ഒരു നിലപാട് എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? അവർ കാഴ്ചക്കാരായി നിന്നു. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ജിഷ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച യുവാക്കളെ തലതല്ലി പൊട്ടിച്ചു. ഞാൻ മനസ്സിലാക്കുന്ന അരുൺകുമാറിൻ്റെയും പ്രശോഭിൻ്റെയും സലാമിൻ്റെയും എല്ലാം പരിക്ക് ഗുരുതരമാണ്. രക്തസ്രാവം നിന്നിട്ടില്ല. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ. എന്ത് സംഭവിക്കുമെന്ന് പറയാനാവാത്തൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. നമ്മുടെ ഒരു സഹോദരി ഇത്ര നിഷ്ഠൂരമാം വിധം ആക്രമിക്കപ്പെടുമ്പോൾ, കൊല്ലപ്പെടുമ്പോൾ, ആ വാർത്ത പോലും പൂഴ്ത്തിവെക്കാൻ ഭരണകൂടം ശ്രമിക്കുമ്പോൾ, നിയമാനുസൃതം നടക്കേണ്ട പോസ്റ്റ്മോർട്ടം പോലും വളരെ ലാഘവത്വത്തോടുകൂടി കുറ്റവാളികളെ സംരക്ഷിക്കാനെന്ന് സംശയിക്കത്തക്ക വിധം നടക്കുമ്പോൾ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തില്ലേ? അങ്ങനെ പ്രതിഷേധിച്ചാൽ പ്രതിഷേധിക്കുന്നവരെ തല്ലിക്കൊല്ലുകയാണോ വേണ്ടത്? ഇത് എവിടുത്തെ പോലീസാണ്? പോലീസിലെ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ മോശക്കാരനായതുകൊണ്ടല്ല. പോലീസ് എന്ന് പറഞ്ഞാൽ അതൊരു അച്ചടക്കമുള്ള സേനയാണ്. അത് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പ്രവർത്തിക്കുക. ആഭ്യന്തരമന്ത്രിയും സമഗ്രമായ വാർത്തകളിലേക്കും വിവരങ്ങളിലേക്കും ഞങ്ങൾ തിരികെ എത്താം. ഇപ്പോൾ പെരുമ്പാവൂരിൽ യുവജന സംഘടനകളുടെ പ്രതിഷേധത്തിൽ എം സ്വരാജ് സംസാരിക്കുകയാണ്. തത്സമയം മുന്നിൽ കൊണ്ടുവരാൻ, ഈ വിഷയം തുടക്കത്തിൽ തന്നെ മൂടിവെക്കാൻ ആഭ്യന്തര വകുപ്പ് ശ്രമിച്ചതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താൻ, വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ ജനാധിപത്യപരമായി പ്രതികരിച്ച ഇവിടുത്തെ ചെറുപ്പക്കാരെ തല്ലിക്കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാൻ തയ്യാറാകണം. ആ ആവശ്യം ഞങ്ങൾ ഉന്നയിക്കുകയാണ്. ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രക്ഷോഭങ്ങളിലേക്ക് പോകും. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, തിരഞ്ഞെടുപ്പാണ് എന്ന് കരുതി ഈ സംഭവം ഈ രീതിയിലാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ ആരും വരില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഈ സഹോദരിയുടെ
കൊലപാതകത്തിന് ശേഷവും ആ പാവപ്പെട്ട ജിഷയുടെ മാതാവിന് നീതി കിട്ടുന്നില്ലെങ്കിൽ അവരോടൊപ്പം നീതിക്ക് വേണ്ടിയുള്ള സമരത്തിൽ തിരഞ്ഞെടുപ്പിന്റെ പോർമുഖത്തു നിന്ന് വിട്ടുനിന്നിട്ടായാലും ഞങ്ങളെല്ലാം ഈ നാട്ടിലുണ്ടാവും എന്ന് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതൊരു ഒറ്റപ്പെട്ട അനുഭവമല്ല. ഞാനിപ്പോൾ വരുന്നത് കുണ്ടന്നൂരിൽ നിന്നാണ്. അവിടെ ഒരമ്മയെ ഞാൻ സന്ദർശിക്കാൻ കാരണം ആ അമ്മയുടെ മകൻ സുഭാഷ് എന്നാണ് പേര്. ഒരു 5-6 മാസം മുമ്പ് പോലീസിന്റെ പീഡനങ്ങളെ തുടർന്ന് മരിച്ചയാളാണ്. അദ്ദേഹത്തിന് നിശാന്തതയുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു പരിപാടി നടക്കുന്നിടത്ത് അയാൾ ഇരുന്നപ്പോൾ അവിടെ പോലീസ് SI വന്നു. SI ആണെന്ന് തിരിച്ചറിഞ്ഞില്ല, കാഴ്ചക്കുറവുണ്ട്. അപ്പോൾ SIയെ ബഹുമാനിച്ചില്ല എന്ന് SIക്ക് തോന്നി. SI മൃഗീയമായി അദ്ദേഹത്തെ മർദ്ദിച്ചു, ലോക്കപ്പിൽ കൊണ്ടുപോയി മർദ്ദിച്ചു. അദ്ദേഹം തുടർന്ന് മരണമടഞ്ഞു. ഈ സംഭവം വിവാദമായി. മുഖം രക്ഷിക്കാൻ ഉമ്മൻചാണ്ടി സർക്കാർ 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ഒരു ജീവൻ 5 ലക്ഷം വിലയല്ല എന്ന് നമുക്കറിയാം. എന്നാലും നിർധന കുടുംബം ആ 5 ലക്ഷം ഒരാശ്വാസമാവട്ടെ എന്ന് നമ്മൾ കരുതി. ഈ നിമിഷം വരെ 5 ലക്ഷം കൊടുത്തില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസം സുഭാഷിന്റെ മരണത്തിലേക്ക് നയിച്ച മർദ്ദനം അഴിച്ചുവിട്ട SIയെ ഒരു അവാർഡ് കൊടുത്ത് ഈ സർക്കാർ ആദരിച്ചു. നിങ്ങൾ എങ്ങനെയുണ്ട് കേരളം? ഒരു യുവാവിനെ മരണത്തിലേക്ക് തള്ളിയിട്ട SIയെ അവാർഡ് കൊടുത്ത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ആദരിച്ചു. ആ വീട്ടിലാണ് ഞാൻ പോയത്. തോരാത്ത കണ്ണീരുമായിരിക്കുന്ന ഒരമ്മ. ഇങ്ങനെ M. സ്വരാജ് സംസാരിക്കുകയായിരുന്നു. പെരുമ്പാവൂരിൽ വലിയ പ്രതിഷേധമാണ് പെരുമ്പാവൂരിൽ ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. യുവജന സംഘങ്ങളെല്ലാം അവിടെ വലിയ പ്രതിഷേധവുമായി നിൽക്കുമ്പോൾ പോലീസ് രണ്ടും കൽപ്പിച്ച് പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജ് വരെ നടത്തുന്ന ഒരു അവസ്ഥയുണ്ടായി. പക്ഷേ പോലീസിന്റെ ആക്രമണത്തിൽ ഒന്നും പതറാതെ, പിന്നോട്ട് പോകാതെ ജിഷയുടെ നീതിക്കായി അവിടെ വലിയ പ്രതിഷേധം പെരുമ്പാവൂരിൽ അണപൊട്ടി ഒഴുകുന്ന കാഴ്ചയാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഞങ്ങളുടെ തത്സമയ വാർത്താ സംരക്ഷണം 29 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. ജിഷയ്ക്ക് നീതിക്കായി ഞങ്ങളുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനും തുടരുകയാണ്. ജസ്റ്റിസ് ഫോർ ജിഷ എന്ന ഹാഷ്ടാഗ് ക്യാമ്പയിനിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുക. ഒപ്പം തന്നെ ഞങ്ങളുടെ ഈ വാർത്താ സംരക്ഷണത്തിനും പിന്തുണ നൽകുക. ഓരോ നിമിഷവും പ്രേക്ഷകരോടൊപ്പം PPTV സമഗ്രമായ വിവരങ്ങളുമായി.